നമ്മുടെ FRK വ്ളോഗ്സ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി മച്ചാനെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോയി കണ്ട പടമാണ്. PVRൻ്റെ പാസ്പോർട്ടിൽ ഒരു ടിക്കറ്റ് ശേഷിക്കുന്നുണ്ടായിരുന്നു. ഇത് 4DX കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 51 രൂപ കാണാൻ പറ്റില്ല എന്നുകൊണ്ട് പോയി കണ്ടത്. സാം റെയ്മി, ഞാനടക്കമുള്ള 90 കിഡ്സിനൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു പ്രേതപ്പടം കണ്ട് മൂത്രം ഒഴിച്ചത് ഈവിൽ ഡെഡിൻ്റെ ഫസ്റ്റ് പടമായിരിക്കും. ആ സമയത്ത് ആ ഉള്ള ടെക്നിക്കൽ ലിമിറ്റേഷൻ വെച്ചിട്ട് അവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഇപ്പോൾ കണ്ടാലും അതിൻ്റെ ഒരു സാധനം ഉണ്ട്. അത്രയും കിടിലൻ ഡയറക്ടറാണ്. പിന്നെ സ്പൈഡർമാൻ സീരീസ് ഉണ്ട്, ഇങ്ങനെ കുറേ പടങ്ങൾ പുള്ളിയിലുണ്ട്. പുള്ളി ഒരു സർവൈവൽ ത്രില്ലർ ടൈപ്പ് ഒരു സാധനമാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സർവൈവൽ ത്രില്ലർ പടത്തിൻ്റെ സകലമാന ക്ലീശകളെയും 4ആയിട്ട് മടക്കി തോട്ടിലിട്ടിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ക്ലീശ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു സർവൈവൽ ത്രില്ലർ ആകുമ്പോൾ നമുക്ക് ഇമോഷണലി അതിലെ ക്യാരക്ടറുമായിട്ട് കണക്റ്റ് ആവണം. ആ ക്യാരക്ടർ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ഇങ്ങനത്തെ ഒരു തേങ്ങയില്ല നീക്ക് അങ്ങ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള ഇമോഷൻ കണക്ഷനും ഇതിലുള്ള കഥാപാത്രങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പടം മോശമൊന്നുമല്ല. അതാണ് ഇതിൻ്റെ രസം. അത്തരത്തിലുള്ള ക്ലീശ ബ്രേക്കിംഗ്. ഒരു മൊമെൻറ്റിൽ യവൻ കണ്ടുകൊണ്ടിരിക്കണവൻ അടുത്ത് ഇങ്ങനെ ആയി പോകുമെന്നുള്ള സാധനം പ്രെഡിക്റ്റ് ചെയ്യുമെന്നുള്ളത് നേരിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അവിടെ മറിച്ചടിച്ച് കളയും. അത് ഒരു എഴുത്തിൻ്റെ മികവേനടെ. ഈ പടം വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഐ ഹാവ് എവർ ഹേർഡ് എന്ന് പറയുമ്പം സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. ഒരു ജോൺറ ഒരു സമയം കഴിഞ്ഞിട്ട് സർവൈവൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തിനൊക്കെ സർവൈവ് ചെയ്യണം. ചിലപ്പം സർവൈവ് ചെയ്യപ്പെടേണ്ട ആളിൽ നിന്ന് വേറൊരാളായിരിക്കും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ മാറി തിരിഞ്ഞ് വരുന്നുണ്ട്. പല കാര്യങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൽ മാറി ജോൺറ ഷിഫ്റ്റ് ആയിരിക്കൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഡാർക്ക് ഹ്യൂമർ സാധനമുണ്ട്. തുടക്കമൊക്കെ നല്ല ചിരിക്കാനുണ്ട് ഡാർക്ക് ഹ്യൂമർ പരിപാടി. അങ്ങനെ പോവുകയാണ്. അപ്പം ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് 2 പേരാണ്. റേച്ചൽ മെക്കാഡംസ്, കിടിലം പെർഫോമൻസ്, ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. പുള്ളിക്കാരിയാണ് പടത്തിന് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരുടെ കൂടെ ഡോയലാൻ ഒബ്രൈറ്റ് ഇവർ 2 പേരുണ്ട്. വായിക്കൊള്ളാത്ത പേരുണ്ട് കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ വേറെ ആരെ പേര് പറയാമല്ലോ, അപ്പോൾ നമുക്ക് മടക്കിക്കാം. ഇവർ 2 പേരുമാണ്. അതായത് ഒരു കോർപ്പറേറ്റ് ഓഫീസ്, അവിടെ ഇവൾ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ തൊഴിൽ കുത്തും പരിപാടികളൊക്കെ കാണിച്ച് നല്ല രീതിയിൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അതിനെ തുടർന്ന് സർവൈവലിൻ്റെ ഒരു ആവശ്യകത വരുന്നു. അവർ സർവൈവ് ചെയ്യുമോ അതോ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചിന്തകളിലോട്ട് പോകുമോ. അപ്പം നമ്മൾ നോക്കും, നന്മയുള്ള ലോകം, പരസ്പരം സഹായിക്കുന്ന കെയറിങ് ആയിട്ടുള്ള, അയ്യോ ചെന്ന് കാണും. 18+ പടമാണ്. നല്ല കിണ്ണം കാച്ചിയ വയലൻസ് ഉണ്ട്. അത് ചുമ്മാ വയലൻസ് കുത്തിക്കാറ്റി കാണിച്ചിട്ടില്ല. അത് നല്ല രീതിയിൽ അത് അയ്യോ ഇങ്ങനെ നമുക്ക് തോന്നും വയലൻസ്. അതുപോലെ ഇതിൽ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ പൊട്ടപ്പടയെന്നുകൊണ്ട് വരും. ജംസ്കെയറുകളുണ്ട് ഒക്കെ 4DX കാണുമ്പോൾ ഉണ്ടല്ലോ. അതുപോലെ 3D സിനിമാറ്റോഗ്രാഫി, ഒരു ലാൻഡ്സ്കേപ്പ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകതകൾ അത് കിടിലോ, അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അതും ഇവരുടെ പെർഫോമൻസ്. ഇതിൽ നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഇവർക്കൊരു പ്രോപ്പർ ക്യാരക്ടർ ആർക്കില്ല. വായി തോന്നും പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ പടം കണ്ട് തീർന്നിട്ട് പിന്നോട്ട് ആലോചിക്കുമ്പോൾ ഇവരിത് തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാതെ ഇത് കൺഫ്യൂഷൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു ബ്രില്യൻസ്. എസ്പെഷ്യലി ഇവ ജോലിയിൽ തഴയപ്പെടുമ്പോൾ, അതുപോലെ ഇവൾ ആവേശപൂർവ്വം ഒരു കാര്യം കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് ഇവർ ബിഹേവ് ചെയ്യുമ്പോൾ അത് പുല്ല് പോട്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുന്നത്. അതുപോലെ വിവാഹ ബന്ധത്തെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ക്യാരക്ടറിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് സ്പോയിലറായിരിക്കും, പക്ഷേ കുഴപ്പമില്ല. സിനിമ കാണാത്തവർക്ക് എതിർത്ത് തേങ്ങയാണെന്ന് മനസ്സിലാവില്ല, കണ്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇതിൽ ഒരു ആക്സിഡൻറ്റ് സീനുണ്ട്. നമ്മൾ ഇതുപോലത്തെ ആക്സിഡൻറ്റ് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് പുറമേ നിന്ന് നമ്മൾ ദൂരെ നിന്ന് കാണും പോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇൻറ്റീരിയർ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ പണി. അയ്യോ അത് ഒന്ന് ഒരു ആക്സിഡൻറ്റ് നടക്കാൻ പോണേ ഇപ്പം മറിക്ക് അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ അങ്ങനെയല്ല. ചുമ്മാ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഓരോ ഇൻസിഡൻറ്റ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയാം ഫുൾ ക്ലീശ പൊളിക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സീൻ ബിൽഡ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇരുന്നത് ഒരു സാധനം അതിൻ്റെ കൂടെ ഇതിനോട് ചേർന്നങ്ങ് പോകും, നമ്മളത് അനുഭവിച്ച് പോകും പോലത്തെ ഒരു ഫീലും. അത് ഈ ഒരു ആക്സിഡൻറ്റ് മാത്രമല്ല, അത് കിടിലാണ് കേട്ടോ. അത് CG ആണെന്ന് മനസ്സിലാവും. പക്ഷേ ആ സാധനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് ഹ്യൂമർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ പൊളിയായിരുന്നു ഈ സീന്. പിന്നെ പന്നി വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലൈമാക്സ് നമുക്ക് ഞാൻ പറയാം ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് എന്ത് ചെയ്യും, എങ്ങനെയാണ് ഈ സിനിമ പോകണമെന്ന് ഒരു പിടുത്തവും തരില്ല. പക്ഷേ ഒരു കിടിലൻ ക്ലൈമാക്സ് ഉണ്ട്. പൊളി സാധനം അത്.
അത് മാത്രമല്ല ഇതിലിരിക്കുന്ന ഡയലോഗ്സ്, ഇടയ്ക്കുള്ള ഡയലോഗ്സ്, ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ചെറുക്കൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒബ്രയൻ, എൻ്റെ പേരെന്തേരി, ഡ്വൈലൻ ഒബ്രയൻ, ഒരു മൊണ്ണ ക്യാരക്ടറാണ്, ഒരു കോമഡി പീസ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ സീരിയസ് ആയിട്ട് ചെയ്ത് കോമഡി പീസ് ആയെന്നല്ല, പുള്ളി കോമഡി പീസ് ക്യാരക്ടറാണ്. എന്നാണ് ഒരു പൈസയുള്ള വായിൽ സ്വർണ്ണക്കരണ്ടിയും വെച്ച് ജനിച്ച ഒരുത്തൻ. അവന് നിലനിൽപ്പ് അവൻ്റെ താഴെയുള്ളവരെ ജോലി ചെയ്യിപ്പിച്ചാലേ അവർ നിലനിൽപ്പുള്ളൂ, അല്ലാതെ അവന് ഒരു സ്വന്തമായിട്ട് ഒരു ക്യാപ്പബിലിറ്റി ഇല്ലാത്ത കഴിവിട്ട ഒരുത്തനായിട്ടുള്ള ഒരു സംഭവം. എന്നാൽ ഈ നടി എന്ന് പറയണത് അവൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ സെൻസ് ഉണ്ട്, പക്വതയുണ്ട്, കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാം, വേറൊരു ഡയമെൻഷനിൽ ലൈഫിനെ നോക്കിക്കാണാൻ അറിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോൺഫ്ലിക്റ്റുകൾ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം ക്യാരക്ടർ ഷിഫ്റ്റ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. എല്ലാം പക്കയാണ് കേട്ടോ. അതുപോലെ തന്നെ വിയേർഡായിട്ടുള്ള കുറച്ച് സീനുകളുണ്ട്, എന്ന് തോന്നുന്ന സാധനങ്ങളുണ്ട്, നല്ല തെറിവിളിയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിന് പിള്ളേരെ ഒന്നും കൊണ്ട് കാണിക്കുകയൊന്നും ചെയ്യേണ്ട. പക്ഷേ നല്ല പെട്ട സാധനം, സമയം പോണതറിയില്ല. പടം തുടങ്ങി ഒരൊറ്റ പോക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് ട്വിസ്റ്റും ടേൺസും അപ്രതീക്ഷിത ഇൻസിഡൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് ഒരു സാധനം ഉണ്ട്, നമുക്ക് ഡാർക്കാണ് പടം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ഇഷ്ടമുള്ളവർക്ക്, നമുക്ക് മറ്റേ സിനിമയിലാണെങ്കിൽ പോലും കുറേ വെറൈറ്റികൾ, മറ്റേ ഈവിൾ ഡെത്തിലാണെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ, കുറേ വെറൈറ്റി കാഴ്ചകൾ, നമ്മൾ പരിചയമില്ല സാധനങ്ങൾ. ഇയാൾ എങ്ങനെ ഇത് ചിന്തിച്ചെടുത്ത് എഴുതിയെന്ന് നമുക്ക് തോന്നുന്നത്. ഇതിൽ സ്ക്രിപ്റ്റ് പുള്ളിയല്ല, പക്ഷേ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ജംപ് സ്കെയർ, ഹൊറർ സീനുകൾ കൊണ്ടുവന്നത് കിട്ടില്ലായിരുന്നു. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഈ പടം നിങ്ങൾ മിസ്സാക്കണ്ട, 100% തിയേറ്ററിൽ പോയി കാണും, നിങ്ങൾക്ക് 100% ഇഷ്ടപ്പെടും. ഒരു കിടില ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് കോമഡി ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഹൊറർ എന്നും പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു സാധനം.